ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ രാജവിദ്യ രാജഗുഹ്യ യോഗയിലെ 32-ാമത്തെ ശ്ലോകം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വളരെയധികം വിവാദങ്ങളുണ്ടാക്കിയ ഒരു ശ്ലോകമാണിത്. നമുക്ക് എന്താണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് നോക്കാം. മാം ഹി പാർത്ഥ വ്യാപാശ്രിത്യ യേ അപി സ്യൂഹ പാപയോനയഃ സ്ത്രീയോ വൈശ്യാസ്തത ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതി. ഓരോ വാക്കുകളുടേതായി അർത്ഥം നമുക്ക് നോക്കാം. മാം എന്നെ, ഹി തീർച്ചയായും, പാർത്ഥ പാർത്ഥൻ, വ്യാപാശ്രിത്യ ശരണം പ്രാപിക്കുക, യേ ആര്, അപി മാറാത്ത, സ്യൂഹ എന്നിരുന്നാലും, പാപയോനയ പാപജന്മം, സ്ത്രീയോ സ്ത്രീ, വൈശ്യാഹ വൈശ്യൻ, സ്ഥത അതുകൂടാതെ, ശൂദ്ര ശൂദ്രൻ, തേ അവർ, അപി കൂടാതെ, യാന്തി പ്രാപിക്കുന്നു, പരാം പരമമായ, ഗതിം ലക്ഷ്യസ്ഥാനം. അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കണം. ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, ആരൊക്കെയാണോ പാപികളുടെ സന്താനങ്ങളായ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരുമായി ഭവിക്കുന്നത്, അവർ പോലും പരമാത്മാവായ എന്നെ അനന്യചിന്തയോടുകൂടി ഭജിച്ചാൽ പരമമായ ലക്ഷ്യസ്ഥാനം പ്രാപിക്കും. ആരാണ് പാപയോനികളായ സ്ത്രീകൾ, വൈശ്യന്മാർ, ശൂദ്രന്മാർ? ആരാണ്? ശ്രദ്ധിച്ചു കേൾക്കുക. ധനമോഹം നിമിത്തം വേശ്യാവൃത്തിയിലും മറ്റും ഏർപ്പെട്ട് പല വിധത്തിലും ദുഷിച്ചു പോകുന്ന സ്ത്രീകളെയാണ് പാപയോനികളായ സ്ത്രീകളെന്ന് പറയുന്നത്. അവർക്കു പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഭാഗവത പുരാണത്തിലെ പിങ്കളയുടെ കഥ അതിനൊരു ഉദാഹരണമാണ്. അർദ്ധരാത്രി കാമുകന്മാരെ കാത്തിരുന്നു മുഷിഞ്ഞ പിങ്കള ജീവിതത്തിൽ വിരക്തയായി തീർന്നു. അനന്യചിന്തയോടുകൂടി ഭഗവത് ഭജനത്തിലേർപ്പെട്ട് അവസാനം മോക്ഷം ലഭിക്കുന്നു. പാപയോനിയായ പിങ്കളയ്ക്കു തന്നെ ഇത് സാധ്യമായെങ്കിൽ പാപയോനികളല്ലാത്ത സ്ത്രീകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതേയില്ല. ഗോപികമാർ അനന്യഭജനം കൊണ്ട് മോക്ഷം നേടിയ കാര്യം നേരിട്ട് അറിവുള്ള ആളാണല്ലോ ഭഗവാൻ. മഹാഭാരതത്തിൽ തന്നെ കുന്തി, ദ്രൗപദി തുടങ്ങിയവരുടെ അനന്യഭജനത്വം പ്രസിദ്ധം തന്നെ. ഉപനിഷത്തുകളിലും ഗാർഗി, മൈത്രേയി തുടങ്ങിയവരുടെ അനുഭവങ്ങളും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഭാവനിയതമായ ഗുണവും കർമ്മവും നിമിത്തം വൈശ്യവൃത്തിയിലും ശൂദ്രവൃത്തിയിലും ഏർപ്പെടുന്നവർ പാപികളായി പതിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അതായത് കൃഷി, വാണിജ്യം മുതലായ സമ്പത്തിനധിഷ്ഠിതമായ ജോലികളാണ് വൈശ്യവൃത്തി. രജോ ഗുണത്തിന് അത്യധികം പ്രാധാന്യമുള്ള ഈ വൈശ്യവൃത്തിയിൽ കാമലോഭ മത്സരങ്ങൾ ധാരാളമായി ഉണ്ട്.
അങ്ങനെയാകുമ്പോൾ അവർ കൊള്ളലാഭത്തിനു വേണ്ടി പലപ്പോഴും ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് ശൂദ്രന്മാരുടെ കാര്യവും. അവരുടെ തൊഴിൽ എന്താണ്? പരിചാര്യവൃത്തി, അതായത് ദാസഭാവം. കള്ളം, കാപട്യം, ചതി ഇവയിൽ കൂടി പാപികളായി തീരാനും വളരെ എളുപ്പമാണ്. അങ്ങനെ പാപികളുടെ മക്കളായി ജനിക്കുന്നവർ പോലും, അവർക്ക് പോലും ഭഗവാൻ മുക്തി നൽകും. എങ്ങനെ? ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത് ആരായിരിക്കും? നമ്മുടെ സന്തതി പരമ്പരകളായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അച്ഛൻ പിടിച്ചുപറിച്ചും കട്ടും മോട്ടിച്ചും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സമ്പത്ത് മക്കൾ കള്ളുകുടിച്ചും കഞ്ചാവടിച്ചും തോന്നിയവാസ ജീവിതം നയിച്ചും ഗതി കിട്ടാതെ പോകുന്ന ധാരാളം മക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ നമ്മൾ പറയും, എങ്ങനെ ആ കുട്ടികൾ നന്നാവും? അച്ഛൻ ഈ വിധത്തിലല്ലേ പണം സമ്പാദിച്ച് മക്കൾക്ക് കൊടുത്തത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാരണവന്മാർ ചെയ്തു വെച്ച പാപത്തിൻ്റെ ഫലം തലമുറകളോളം നമ്മൾ അനുഭവിക്കും. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അതായത് ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന, പണത്തിനു വേണ്ടി വേശ്യാവൃത്തി ചെയ്യുന്ന ആ സ്ത്രീയോ ആ സ്ത്രീക്കുണ്ടാകുന്ന കുട്ടികൾക്കോ ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ പോലും എന്നെ ഭജിച്ചാൽ മോക്ഷം ഞാൻ അവർക്ക് കൊടുക്കും, അവർക്ക് നന്മ കൊടുക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ തന്നെ കച്ചവടക്കാർ പലപ്പോഴും ചതി ചെയ്യും, കള്ളം കാണിക്കും, കാപട്യം കാണിക്കും. ഭയങ്കരമായി പണം സമ്പാദിക്കാനുള്ള ആർത്തിയിൽ ഒരുപാട് ദുഷ്പ്രവർത്തികൾ കച്ചവടക്കാർ കാണിക്കും. അങ്ങനെയുള്ളവരും പാപികളായി തീരും. പക്ഷേ അങ്ങനെയുള്ളവർ പോലും എന്നെ ഭജിച്ചാൽ ഞാൻ അവർക്ക് നല്ല ഗതി കൊടുക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ പറയുന്നത് ആരെയാണ്? ശൂദ്രരുടെ ജോലി എന്താണ്? ദാസ്യവൃത്തിയാണ്. പലപ്പോഴും നമുക്കിപ്പോഴും അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മളൊരു ജോലിക്ക് ഒരാളെ വിളിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതിൽ പലരും തന്നെ പല മോഷണങ്ങൾ ചെയ്യാം. നമ്മളോട് നല്ല വർത്തമാനം പറഞ്ഞിട്ട് നമ്മളെപ്പറ്റി അടുത്ത വീട്ടിൽ ചെന്നിരുന്ന് കുറ്റം പറയാം. അങ്ങനെ ചെയ്യാത്ത ആളുകളുമുണ്ട്, നല്ല കച്ചവടക്കാരുമുണ്ട്, ഗതികേട് കൊണ്ട് വേശ്യാവൃത്തിയിൽ പോകുന്ന ആളുകളുമുണ്ട്. അവരെ പറ്റി അല്ല പറയുന്നത്. അതായത് തെറ്റു ചെയ്യുന്ന ആളുകളെ പറ്റി. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ജോലിക്ക് ഒരാളെ വിളിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കും. എന്നിട്ട് അടുത്ത വീട്ടിൽ ജോലിക്ക് ചെല്ലുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? അവിടെ ചെന്നിരുന്ന് പറയും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളോടും വന്നിരുന്ന് പറയും. ചിലപ്പം ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്താം, കള്ളം കാണിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ പൊതുവായി ആ വിഭാഗത്തെ പറഞ്ഞതല്ല. അതല്ലാതെ പാപയോനികൾ എന്ന് പറയുന്നത് സ്ത്രീകളെയല്ല, സ്ത്രീകളെ പറ്റിയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മഹാഭാരതത്തിലെ വ്യാധന്റെ കഥ ഉദാഹരണമാണ്. ജന്മനാ ഇറച്ചി വെട്ടി വിൽക്കുക തൊഴിലായി അംഗീകരിച്ച വ്യാധന്റെ ഉത്തമമായ ബ്രഹ്മചര്യയും ഈശ്വരഭക്തിയും അതിനൊരു ഉദാഹരണം തന്നെയാണ്. നമ്മൾ ആ കഥ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തന്നെ അത് കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ പാപയോനികളല്ലാത്ത വൈശ്യൻ്റെയോ ശൂദ്രൻ്റെയോ കാര്യം പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതായിട്ടില്ല. അവർ ഈശ്വരനെ ഭജിച്ചാൽ
തീർച്ചയായിട്ടും അവർക്ക് പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. പാപികളാണെങ്കിൽ പോലും ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ അവർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. മഹാഭാരതത്തിലെ വിതുരർ തന്നെ അതിനൊരു മറ്റൊരു ഉദാഹരണമാണ്. സർവോപരി ഭഗവാൻ വ്യാസനും എവിടെ ജനിക്കുന്നു എന്നതോ എന്തു തൊഴിൽ ചെയ്യുന്നു എന്നതോ അല്ല വർണ്ണ നിയമം. ബാഹ്യകർമ്മം പോലും ഒരുത്തൻ്റെ ജാതിയെ നിർണയിക്കുന്നില്ല. അവൻ്റെ മനസ്സാണ് അവൻ്റെ ജാതിയെ നിർണയിക്കുന്നത്. അവൻ എന്തു ചെയ്യുന്നു, ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നതാണ് അവൻ്റെ ജാതിയെ നിർണയിക്കുന്നത്. ഈ വസ്തുത നല്ലവണ്ണം ധരിച്ചുകൊണ്ട് വേണം ഈ ശ്ലോകം വ്യാഖ്യാനിക്കുവാൻ. ഭഗവാനെ ഭജിക്കുന്ന ആളിന് ജാതിയില്ല, മതമില്ല, കുലമില്ല. എല്ലാ നിയമത്തെയും ഇല്ലാതാക്കുന്നവനും ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. മഹാഭാരതത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? വേദവ്യാസൻ, അതുപോലെ തന്നെ വ്യാധൻ. ഇവർ രണ്ടുപേരും അന്നത്തെ വർണ്ണ നിയമം അനുസരിച്ചിട്ടുള്ള ബ്രാഹ്മണ കുലത്തിൽ പെട്ടവരെയല്ല. പക്ഷേ അവരുടെ മഹത്വം എത്രത്തോളം വലുതായിരുന്നു. വിതുരർ ബ്രാഹ്മണനല്ല, എന്നിട്ടും മഹാഭാരതത്തിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് ആര്? വിതുരർ. അപ്പോൾ ഭഗവാൻ ഇവിടെ ജാതി നിയമങ്ങളെല്ലാം എടുത്തു കളയുകയാണ്. ഭഗവാൻ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ കുലത്തിലല്ല ജനിച്ചത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ജാതിയെയോ മതത്തെയോ അതല്ലെങ്കിൽ ലിംഗത്തെയോ ഒന്നുമല്ല, തെറ്റു ചെയ്യുന്നവരെയും തെറ്റു ചെയ്യാത്തവരെയും. ഇത് മാത്രമാണ് ഭഗവാന്റെ മുമ്പിലുള്ള രണ്ടു ജാതികൾ. അതിൽ തെറ്റു ചെയ്യുന്നവർ പോലും എന്നെ ഭജിച്ചാൽ, മറ്റൊന്നും ആശ്രയിക്കാതെ എന്നെ ഭജിച്ചാൽ അവർക്ക് ഞാൻ പരമമായ ലക്ഷ്യസ്ഥാനം നൽകും. അവർ പരമമായ ലക്ഷ്യസ്ഥാനം പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റു ചെയ്യാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഭഗവാൻ ആരുടെ ഹൃദയത്തിലാണോ കുടികൊള്ളുന്നത്, ആ ഹൃദയത്തിൻ്റെ ഉടമയായ ആ ശരീരത്തെ ഭഗവാൻ ശുദ്ധീകരിക്കും. കാരണം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം ഒരിക്കലും അശുദ്ധിയായിരിക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനുമായ കാട്ടാളൻ്റെ ഹൃദയത്തിൽ, രത്നാകരൻ എന്ന കാട്ടാളൻ്റെ ഹൃദയത്തിൽ ശ്രീഹരി എന്നു മുതൽ വസിക്കുവാൻ തുടങ്ങിയോ അന്നു മുതൽ രത്നാകരൻ എന്ന കാട്ടാളൻ ഉത്തമനായ ബ്രാഹ്മണനായി തീർന്നു. അവിടെ ബ്രാഹ്മണൻ എന്ന അർത്ഥം എന്തിനാണ്? ബ്രഹ്മജ്ഞാനമുള്ളവൻ, അവനാണ് ബ്രാഹ്മണൻ. അതല്ലാതെ പൂണൂല് ധരിച്ചുകൊണ്ട് ചീത്ത സ്വഭാവത്തിൽ നടക്കുന്ന മനുഷ്യൻ ബ്രാഹ്മണനല്ല. ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. അവിടെ വർണ്ണ നിയമങ്ങളെ ഭഗവാൻ തൂത്തെറിയുകയാണ്. ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അർജുനനോട് പറയുകയാണ്, എന്നെ ആശ്രയിച്ചു കൊള്ളുക, എന്നെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും സൽഗതി പ്രാപിക്കും. ചീത്ത മനുഷ്യരു പോലും എന്നു മുതലാണോ എന്നെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് അന്നു മുതൽ അവർ ഉത്തമന്മാരായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പോലും ഇടയ കുലത്തിലാണ് ജനിച്ചത്. ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പൊക്കോണ്ടിരുന്ന ഒരു കുലം. തങ്ങളുടെ പശുക്കൾക്ക് എവിടെയാണോ നല്ല തീറ്റ കിട്ടുന്നത് അവിടേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ കുലത്തിലാണ് ഭഗവാൻ ജനിച്ചത്. അപ്പോൾ വർണ്ണ നിയമങ്ങളെയെല്ലാം ഭഗവാൻ തൂത്തെറിയുകയാണ്. അതിനാണ് വ്യാസനെയും വ്യാധനെയും വിതുരരെയും ഒക്കെ നമ്മുടെ മുമ്പിൽ
സൃഷ്ടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ വരികളും പഠിക്കാനായിട്ട്. ഇവിടെ പാപയോനകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെയല്ല, തെറ്റു ചെയ്യുന്ന സ്ത്രീകളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റു ചെയ്യുന്ന പുരുഷന്മാരെയും പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരു ജാതിയെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണോ തെറ്റു ചെയ്യുന്നത് അവരെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആശ്രയിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാൻ നമുക്കൊരു സമാധാനം ഉണ്ടാക്കിത്തരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങളെല്ലാം ആരാണ് അനുഭവിക്കുന്നത്? നമ്മുടെ സന്തതി പരമ്പരകളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആശ്രയിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് നേർവഴി കാണിച്ചു തരും. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതല്ലാതെ ഇപ്പോൾ ഉണ്ടായ വിവാദം പോലെ സ്ത്രീകളെയോ ജാതി വ്യവസ്ഥയെയോ പറ്റിയിട്ടല്ല ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയെ എടുത്തു കളയുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.